നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടും നിയമനം ലഭിക്കാതെ ഉദ്യോഗാർത്ഥി. തൃശൂർ പൊട്ടത്തുപറമ്പിൽ വീട്ടിൽ പ്രസാദ് PS എന്ന യുവാവാണ് PSCയുടെ നിയമനം ലഭിക്കാതായതോടെ 9 മാസത്തോളമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. സംവരണ വിഭാഗത്തിനായി നടത്തിയ പ്രത്യേക നിയമന തസ്തികയിലാണ് പ്രസാദ് ഇടം നേടിയത്. SC/ST എന്നീ വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക നിയമനമായിരുന്നതിനാൽ ശാരീരിക അളവുകളിൽ ഒന്നായ ഉയരത്തിലും ഇളവുകൾ PSCയുടെ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഫോറസ്റ്റ് ഓഫീസേഴ്സ് കോഴ്സും പരിശീലനവും നടത്തണം. ഈ പരിശീലനത്തിനായി യോഗ്യത നേടണമെങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് 163 സെന്റിമീറ്റർ ഉയരം വേണം. സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ ചട്ടപ്രകാരം നൽകുന്ന 5 സെന്റിമീറ്റർ ഇളവ് കേന്ദ്ര നിയമത്തിൽ ഇല്ലെന്ന കാരണം കാട്ടി പ്രസാദിനെ പരിശീലനത്തിനായി പരിഗണിച്ചില്ല. തുടർന്ന് പ്രസാദിന്റെ നിയമനവും PSC റദ്ദാക്കി. 2019 കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് റേഞ്ച് ഫോറസ്റ്റർ തസ്തികയുടെ 2 ഒഴിവുകളിലേക്ക് SC/ST വിഭാഗങ്ങൾക്കായി നിയമനം നടത്താൻ വിജ്ഞാപനം പുറത്തുവിട്ടത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചതിനെ തുടർന്ന് പ്രസാദിന്റെ കായിക എഴുത്ത് പരീക്ഷയും അഭിമുഖവും നടത്തി. ശേഷം PSC പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ പ്രസാദിന് 3ാം റാങ്കായിരുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എഴുത്ത് പരീക്ഷയിലെ മാർക്ക് ശതമാനമാക്കി മാറ്റുന്നത് PSC മാനുവലിന്റെ ഖണ്ഡിക 339(1) വിരുദ്ധമായിട്ടാണ്. കൂടാതെ എഴുത്ത് പരീക്ഷയിലും അഭിമുഖത്തിലും ഉദ്യോഗാർത്ഥി നേടിയ യഥാർത്ഥ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം റാങ്കിംഗ് നടത്തേണ്ടത്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് PSC റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതെന്നാണ് പ്രസാദ് പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രസാദ് SC/ST ട്രിബ്യൂണൽ കോടതിയിൽ ഹർജി നൽകി. പരാതിക്കാരന്റെ വാദം ശരിവെച്ച കോടതി റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കാൻ PSCയോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ SC/ST ട്രിബ്യൂണൽ കോടതിയുടെ വിധിക്കെതിരെ PSCയും വനംവകുപ്പും ചേർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ പോയെങ്കിലും കേരള ഹൈക്കോടതി വസ്തുതകൾ മനസ്സിലാക്കി ട്രിബ്യൂണൽ കോടതിയുടെ വിധിയെ ശരിവെച്ചു. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കാനും ഉത്തരവിട്ടു. തുടർന്ന് PSC പുനർപ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ പ്രസാദിന് 2ാം റാങ്കായിരുന്നു. 2024 ഫെബ്രുവരി 2-നാണ് പ്രസാദിന് അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നത്. എന്നാൽ അഡ്വൈസ് മെമ്മോ ലഭിച്ച് 9 മാസം കഴിഞ്ഞിട്ടും തനിക്ക് ഇതുവരെ നിയമന ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. നിയമനം വൈകുന്നതിന്റെ കാരണം അന്വേഷിച്ച് തിരുവനന്തപുരത്തെ PSC കാര്യാലയത്തിലും വനംവകുപ്പ് വിഭാഗത്തിന്റെ ഓഫീസിലും കയറി ഇറങ്ങിയെങ്കിലും പരാതിക്കാരന് വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് 18 മാസത്തെ പരിശീലനം നൽകുന്നത് ഡെറാഡൂണിലെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ഫോറസ്റ്റ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ആണ്. അവിടുത്തെ നിയമപ്രകാരം ആൺകുട്ടികളായ ഉദ്യോഗാർത്ഥിക്ക് 163 സെന്റിമീറ്റർ ഉയരം ആവശ്യമാണെന്നായിരുന്നു. എന്നാൽ PSCയുടെ നോട്ടിഫിക്കേഷനിൽ ഇതേപ്പറ്റി പ്രതിപാദിച്ചിരുന്നില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. 18 മാസത്തെ പരിശീലനത്തിന് യോഗ്യത നേടുന്നതിനായി 163 സെന്റിമീറ്റർ ഉയരമാണ് വേണ്ടിയിരുന്നത്. പ്രസാദിന് 160 സെന്റിമീറ്റർ ഉയരമാണ് ഉണ്ടായിരുന്നത്. ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമായ ഉയരമില്ലാത്തതിനാൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള 18 മാസത്തെ പരിശീലനത്തിന് പ്രസാദിനെ നിയോഗിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചതായും PSC വിശദീകരണം നൽകുന്നു. ശാരീരിക അളവുകളിലൊന്നായ ഉയരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ ചട്ടപ്രകാരം നൽകുന്ന 5 സെന്റിമീറ്റർ ഇളവ് കേന്ദ്ര നിയമത്തിലില്ലെന്നും ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ച കത്തിൽ പറയുന്നു. നിയമനം റദ്ദു ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസാദിനെ അറിയിച്ചിരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇവയിൽ ഭൂരിഭാഗവും സംഘടിതമായ പ്രതിഷേധങ്ങളായിരുന്നു. PSCക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്താനുള്ള സാമ്പത്തിക ശേഷി പ്രസാദിനും കുടുംബത്തിനുമില്ല. പ്രസാദും അമ്മയും സഹായം തേടി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് 9 മാസത്തോളമായി. അഡ്വൈസ് മെമ്മോ നൽകിയ ഉദ്യോഗാർത്ഥിയുടെ നിയമനം റദ്ദാക്കി PSC കൈയൊഴിഞ്ഞു. എന്നാൽ ജോലി ലഭിച്ചെന്ന് ഉറപ്പിച്ചിരിക്കുമ്പോൾ ഉണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങളെ തുടർന്ന് യുവാവിനുണ്ടായ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ആരുത്തരം നൽകും? വിഷയത്തിൽ കേരള സർക്കാരും PSCയും ചേർന്ന് മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കുന്നത് കുടുംബത്തിന് വലിയ ഊർജ്ജം നൽകും. പാവപ്പെട്ടവന്റെ വയറ്റ് തടിക്കുന്ന ഇത്തരം നയങ്ങൾ കണ്ടില്ലെന്നടിക്കാൻ സർക്കാരിന് എത്ര നാൾ കഴിയുമെന്നതാണ് ഉയർന്ന ചോദ്യം.